നമസ്കാരം. ഭാരതവും ബംഗ്ലാദേശും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളായി തുടങ്ങിയത് എന്നു മുതലാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് അവിടുത്തെ ഭരണത്തിലുണ്ടായിരുന്ന ഷെയ്ഖ് ഹസീന സർക്കാർ ഒരു പ്രക്ഷോഭത്തെ തുടർന്ന് പുറത്താകുന്നത്. ഈ പ്രക്ഷോഭകാരികൾ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ട മതഭ്രാന്തന്മാരായിരുന്നു. അങ്ങനെ ആ സർക്കാർ പുറത്താകുന്നു. അതിന് സൈന്യത്തിൻ്റെ പിന്തുണയുണ്ടാകുന്നു. അവിടെ ഒരു ഇടക്കാല സർക്കാർ രൂപീകരിക്കുന്നു. അതിനുശേഷം ബംഗ്ലാദേശ് ഈ ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ അഭയം തേടിയതിൻ്റെ പേരിൽ അവിടെയുള്ള ഹിന്ദുക്കൾക്ക് നേരെ വലിയ ആക്രമണം നടത്തുകയായിരുന്നു അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം. അതിനെ തുടർന്നാണ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളായത്. 1971 ബംഗ്ലാദേശ് എന്ന സ്വതന്ത്ര പരമാധികാര രാഷ്ട്രം രൂപീകരിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച രാജ്യമാണ് ഇന്ത്യ എന്ന് നമുക്കറിയാം. എന്നാൽ 1971 മുതൽ തന്നെ ശത്രു രാജ്യങ്ങളായിരുന്നു പാകിസ്ഥാനും ബംഗ്ലാദേശും. ഇപ്പോൾ ഈ ഭരണകൂടം വന്നതിന് ശേഷം പാകിസ്ഥാനോട് ബംഗ്ലാദേശ് ചേരുന്നു. ബംഗ്ലാദേശും പാകിസ്ഥാനും ഒരുമിച്ച് ഇന്ത്യക്കെതിരെ തിരിയുന്ന ഒരു സാഹചര്യം സംജാതമായിരിക്കുന്നു. അതാണ് ഇപ്പോൾ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു ചിത്രം എന്നത്. ഇപ്പോൾ ഇതാ ഏറ്റവും പുതിയ വാർത്തയനുസരിച്ച് ബംഗ്ലാദേശ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സുരക്ഷാ വിഷയമായി ഉയരുന്നു എന്നുള്ളതാണ്. പാകിസ്ഥാനേക്കാൾ സുരക്ഷാ വെല്ലുവിളി ഉയർത്തുന്ന ഒരു രാജ്യമായി ഇപ്പോൾ ബംഗ്ലാദേശ് മാറിയിരിക്കുന്നു എന്ന വിവരമാണ് ഇന്ത്യയുടെ ഇൻ്റലിജൻസ് ഏജൻസികൾക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിവരങ്ങൾക്കനുസരിച്ച് ബംഗ്ലാദേശിൽ ഇറങ്ങിക്കളിക്കാൻ, ബംഗ്ലാദേശിനെ ഒതുക്കി തീർക്കാനായി ഇപ്പോൾ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ ശ്രമിക്കുന്നു എന്ന വാർത്ത പുറത്തു വരുന്നുണ്ട്. അതായത് പാകിസ്ഥാൻ്റെ സൈനിക അധികാരികളും സൈനിക മേധാവികളും ഇൻ്റലിജൻസ് മേധാവികളും ഇതിനോടകം തന്നെ പലതവണ ബംഗ്ലാദേശ് സന്ദർശിച്ചു കഴിഞ്ഞിരിക്കുന്നു. ബംഗ്ലാദേശിൻ്റെ പട്ടാള മേധാവികളും പാകിസ്ഥാനും സന്ദർശിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശും പാകിസ്ഥാനും തമ്മിലൊരു സൈനിക സഹകരണം സാധ്യമായിരിക്കുന്നു. പാകിസ്ഥാൻ സൈന്യം എന്ന് പറഞ്ഞാൽ ഭീകരത പ്രോത്സാഹിപ്പിക്കുന്നതിൽ ലോകത്ത് തന്നെ പേരുകേട്ട ഒരു സൈന്യമാണ്. അതുകൊണ്ട് തന്നെ ഭീകരത ബംഗ്ലാദേശിൽ പ്രോത്സാഹിപ്പിക്കുക എന്ന് തന്നെയാണ് അവരുടെ ഉദ്ദേശം. ആ ഭീകരത ബംഗ്ലാദേശ് അതിർത്തി വഴി ഇന്ത്യയിലേക്ക് കടത്തിവിടുക എന്നും അവരുടെ ലക്ഷ്യമാണ്. അതിനുവേണ്ടി അവർ ബംഗ്ലാദേശിൻ്റെ മണ്ണിനെ ഈ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഉപയോഗിക്കുകയാണ്. പാകിസ്ഥാൻ്റെ ചാര സംഘടനയായ ISIയുടെ സാന്നിധ്യം ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ തന്ത്രപ്രധാനമായ ഭാഗങ്ങളിലെല്ലാം ഉണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പ്രത്യേകിച്ചും ഇന്ത്യൻ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ബംഗ്ലാദേശ് ഭാഗങ്ങളിലെല്ലാം ഇവർ സന്ദർശനം നടത്തുന്നു. ഇവർ അവിടെ തന്ത്രപ്രധാനമായ കൂടിയാലോചനകൾ നടത്തുന്നു. നേരത്തെ ഉണ്ടായിരുന്ന ഭീകര സംഘടനകളെ എല്ലാം പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ തിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. പാകിസ്ഥാൻ ഇൻ്റലിജൻസ് ഏജൻസിയായ ISIയുടെ പ്രവർത്തനം ഇപ്പോൾ ബംഗ്ലാദേശിൽ ശക്തമാണ്. അവാമി ലീഗിൻ്റെ മുൻ MP ആയിരുന്ന ബഹാവുദ്ദീൻ നസീമും ഈ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവന എന്ന് പറയുന്നത് അതുതന്നെയാണ്. അതായത് പാകിസ്ഥാൻ ചാര സംഘടനയായ ISI ഇപ്പോൾ ബംഗ്ലാദേശിൽ മേഞ്ഞു നടക്കുന്നു. വിദേശ സാന്നിധ്യം ബംഗ്ലാദേശിൽ സർവ്വവ്യാപകമായി മാറിയിരിക്കുന്നു. ഇത് ബംഗ്ലാദേശിൻ്റെ സുരക്ഷയെ തന്നെ അപകടപ്പെടുത്തുന്നതാണ് എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പക്ഷേ ബംഗ്ലാദേശ് ഭരണകൂടം ഇതിനു വേണ്ട എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ എല്ലാ പിന്തുണയും അവർക്ക് ചെയ്തു കൊടുക്കുകയാണ്. എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുകയാണ്. ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി അവർ ബംഗ്ലാദേശിൻ്റെ മണ്ണ് ISIക്ക് വിട്ടുകൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ISIയെ മെരിക്കാനായി ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റോ ബംഗ്ലാദേശിൽ ഇറങ്ങിക്കളിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത്. ബംഗ്ലാദേശിൻ്റെ വിവിധ ഭാഗങ്ങൾ, അതായത് ബംഗ്ലാദേശിൽ നിന്നും ഒരു ഭീകരാക്രമണം ഇന്ത്യക്ക് മേലുണ്ടായാൽ അത് എങ്ങനെയാണ് ചെറുക്കേണ്ടത്, ബംഗ്ലാദേശ് സൈന്യം ഇതിനകത്ത് ഇടപെട്ടാൽ ബംഗ്ലാദേശ് സൈന്യത്തെ എങ്ങനെയാണ് തീർക്കേണ്ടത് എന്നുള്ളതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങളാണ് ഇപ്പോൾ റോ ശേഖരിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയ സമയത്ത്, പഹൽഗാം ഭീകരാക്രമണം നടക്കുന്ന സമയത്ത് പാകിസ്ഥാൻ ഒരു വ്യോമ പ്രതിരോധ സംവിധാനമുള്ള രാജ്യമാണ്. ചൈനയാണ് പാകിസ്ഥാന് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നൽകിയിരുന്നത്. ആ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും റഡാറുകളെയും തകർത്ത് എങ്ങനെയാണ് പാകിസ്ഥാൻ്റെ ഉള്ളിൽ അണുവിട മാറാതെയുള്ള തെറ്റാതെയുള്ള ഒരു ആക്രമണം നടത്തിയത് എന്ന് നമുക്കറിയാം. അതിൻ്റെ പിന്നിൽ, ആ കൃത്യതയ്ക്ക് പിന്നിൽ ഇന്ത്യയുടെ ഇൻ്റലിജൻസ് ഏജൻസികൾ നൽകിയ വിവരങ്ങളായിരുന്നു. അതുമാതിരി ബംഗ്ലാദേശിന് ഭാവിയിൽ സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുകയാണ് എങ്കിൽ ബംഗ്ലാദേശിൽ എങ്ങനെയാണ് ആക്രമണം നടത്തേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങളാണ് ഇപ്പോൾ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ശേഖരിക്കുന്നത്. ISIയുടെ സാന്നിധ്യം എവിടെയൊക്കെയുണ്ട്, പാക് സൈന്യം എവിടെയൊക്കെയാണ് ബംഗ്ലാദേശിൽ മറഞ്ഞ് കഴിയുന്നത്, ഇവിടങ്ങളിൽ
കേന്ദ്രങ്ങളിലൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണം എങ്ങനെ നടത്താം എന്നൊക്കെ ഇപ്പോൾ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ വിവരം ശേഖരിക്കുന്നുണ്ട്. ഇത് തീർച്ചയായും ഭാവിയിൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ നടക്കാൻ പോകുന്ന ഒരു സൈനിക സംഘർഷത്തിൻ്റെ സൂചനയാണ് ഇപ്പോൾ ഈ വാർത്തകൾ നൽകുന്ന സൂചന. എന്തായാലും ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള സംഘർഷം അല്ലെങ്കിൽ നയതന്ത്ര ബന്ധം അത് മെച്ചപ്പെടുന്നില്ല, അത് കൂടുതൽ സങ്കീർണതയിലേക്ക് പോവുകയാണ്. ബംഗ്ലാദേശ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാധീനം അവിടുത്തെ രാഷ്ട്രീയത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇപ്പോഴെങ്ങും ഇന്ത്യ വിരുദ്ധ നിലപാട് ബംഗ്ലാദേശ് ഉപേക്ഷിക്കും എന്ന് കരുതുക വയ്യ. മാത്രമല്ല, അവർ ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ചിട്ടുണ്ട്. ആ വധശിക്ഷ നടപ്പിലാക്കാനായി ഷെയ്ഖ് ഹസീനയെ കൈമാറണം എന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ട്. ഏത് വിധേനയും വധശിക്ഷ നടപ്പാക്കും എന്നവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയും ചെയ്തിരിക്കുന്നു. അവർ ഇന്ത്യയിൽ വന്നിട്ടാണെങ്കിൽ പോലും ഷെയ്ഖ് ഹസീനയുടെ വധശിക്ഷ നടപ്പാക്കുമെന്ന് അവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ ബംഗ്ലാദേശിൻ്റെ മുക്കും മൂലയും സ്കെച്ച് ചെയ്യുകയാണ്. ഇത് ഭാവിയിൽ ആവശ്യം വരും എന്ന നിലയിലാണ് ഇപ്പോൾ അവർ നടത്തുന്നത്. ISI ഓപ്പറേഷനെ കവച്ചു വയ്ക്കാൻ, അല്ലെങ്കിൽ ISIയുടെ ബംഗ്ലാദേശിനകത്തെ ഓപ്പറേഷനെ പ്രതിരോധിക്കാനുള്ള തന്ത്രങ്ങൾ കൂടി ഇപ്പോൾ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ മെനയുകയാണ്. ഇന്ത്യയുടെ സുരക്ഷാ സൈന്യം ഇപ്പോൾ ബംഗ്ലാദേശ് അതിർത്തികളിൽ സുരക്ഷ ശക്തമാക്കിക്കൊണ്ടിരിക്കുകയുമാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.